ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ വീടിൻ്റെ അകത്തളങ്ങളിലെല്ലാം വളർത്തിയെടുക്കാൻ കഴിയുന്ന, നമുക്കെല്ലാം നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചൈന ഡോളാണ് കേട്ടോ. തണ്ടുകൾ മുഴുവനായിട്ട് മറയും വിധം കടും പച്ച നിറത്തിൽ മെഴുകുപോലെ ആവരണമുള്ള ഇലകൾ ചെടിക്ക് വേറിട്ട ഭംഗി തന്നെയാണ് നൽകുന്നത്. ഭാഗികമായിട്ട് പ്രകാശം കിട്ടുന്ന ജനലിനരികിലും വരാന്തയിലും ചട്ടിയിൽ പരിപാലിക്കാൻ പറ്റിയ റാഡർ മച്ചിറ എന്നും അറിയപ്പെടുന്ന ഈ ഇലച്ചെടി നിലത്ത് നട്ടു വളർത്തിയാൽ വലിയ മരമായിട്ട് മാറും. ചാഞ്ഞ വെയിൽ ഉള്ളിടത്തെ ഈ ചെടി കടും പച്ച നിറത്തിൽ ഇലകളൊക്കെ ആയിട്ട് ആരോഗ്യത്തോടെ വളർന്നു വരികയുള്ളൂ. നമ്മൾ പിന്നെ എവിടെ നട്ടുപിടിപ്പിച്ചാലും അത്യാവശ്യം നല്ല രീതിയിൽ പ്രൂണിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ചെടിയെ ഇതേപോലെ നല്ല സുന്ദരമായിട്ട് നമുക്ക് വെക്കാനായിട്ട് കഴിയും. കൂടാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ചെടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അത്യാവശ്യം തരക്കേടില്ലാത്ത മഴയൊക്കെ ലഭിക്കുന്ന ആ ഒരു സമയങ്ങളിൽ ഇതിൻ്റെ തളിരുകൾ, അത് കൂടാതെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വെറുതെ ഒന്ന് മണ്ണിനകത്ത് വെച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ചെടി വളരുന്ന ഭാഗം ഒരുപാട് തണൽ കൂടുതലുള്ള ഭാഗമാണെങ്കിൽ അതിൻ്റെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് കാണാം. സാമാന്യം വേഗത്തിൽ വളരുന്ന ചെടിയുടെ ആകർഷകമായിട്ട് വളർന്നു വരുന്ന കമ്പുകൾ മുറിച്ച് നീക്കിയിട്ട് നല്ല ആകൃതിയിൽ കുറ്റിച്ചെടിയാക്കിയിട്ട് നമ്മളിതിനെ നിർത്തി കൊടുക്കണം. അത് നമ്മുടെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. കൂടാതെ ഒരുപാട് നനവൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ചട്ടിയിലെ മണ്ണ് നനവ് കുറഞ്ഞു തുടങ്ങി എന്ന് കാണുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കാം. നന തീരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ഇലകളൊക്കെ കൊഴിയാനായിട്ടും തുടങ്ങും. അപ്പോൾ ഈ രണ്ട് സ്റ്റേജും നമ്മളൊന്ന് നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം കൊടുക്കാനായിട്ട്. ചെടി മുഴുവനായിട്ട് തിങ്ങി നിറഞ്ഞാൽ ചെടി കൂടുതൽ വലിപ്പമുള്ള ചട്ടിയിലേക്ക് നിറച്ച പുതിയ മിശ്രിതത്തിലേക്ക് നമ്മൾ മാറ്റി നടണം. ആഴം കുറഞ്ഞ ബോൺസായി ചട്ടിയിൽ നട്ടിട്ട് നമുക്കതിനെ ആവശ്യാനുസരണം കമ്പ് കോതിയിട്ട് നിർത്തിയാൽ ഇതിനെ ബോൺസായി ആക്കിയിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ ചെടികൾ ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്നതെല്ലാമാണ് നമ്മുടെ ചൈന ഡോളിൻ്റെ കളക്ഷൻസ് വരുന്നത്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.